ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ വിമോചനത്തിൻ്റെ പാഠങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യകുലം തുടങ്ങിയത് മുതൽ ഹിജ്റ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മുഹറം മാസം അല്ലെങ്കിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്കും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബത്തിലേക്കുമുള്ള ചരിത്രത്തിലേക്കാണ് നമ്മൾ ചർച്ചകൾ നീണ്ടു പോവാറ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായി നമുക്ക് കാണാം. കാരണം ഹിജ്റ എന്നത് അതിൻ്റെ ഭാഷാർത്ഥം ഒന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നത്, അങ്ങനെ ആ തരത്തിലുള്ള അർത്ഥങ്ങളാണ് ആ പദത്തിനുള്ളത്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ സ്വർഗ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര, പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ നാടിൽ നിന്ന് ആ വെള്ളപ്പൊക്കമുണ്ടാവുകയും ബാക്കി വന്ന വിശ്വാസികളെയും ജീവജാലങ്ങളെയും കൂട്ടി മറ്റു ഭാഗത്തേക്കുള്ള യാത്ര, അതുപോലെ തന്നെ പ്രമുഖമായ ഖുർആനിൽ ഉലുൽ അസ്മ് എന്ന് പരാമർശിച്ച പ്രവാചകന്മാർ, അത് നൂഹ് നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് പലതരത്തിലുള്ള ഹിജ്റകൾ കാണാൻ പറ്റും. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലും ഒരുപാട് യാത്രകൾ കാണാം. അത് ഈജിപ്തിലേക്കുള്ള യാത്ര ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടുന്നാണ് സാറയ്ക്ക് ഹാജറയെ ലഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് ഇന്നത്തെ സൗദി ഭാഗത്തേക്ക് മക്കൻ ഭാഗത്തേക്കുള്ള യാത്ര നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത് മെസപ്പൊട്ടോമിയയിലാണ്, ഇന്നത്തെ ഇറാഖിലാണ്, ഊർ എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടുന്നാണ് പല യാത്രകൾ ചെയ്ത് ഈജിപ്തിലെത്തുന്നത്. ഈ യാത്രകളെല്ലാം ദഅവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹദീസുകൾ വിശദീകരിക്കുന്നത്. അവിടുന്നാണ് മക്കയിലേക്ക്, ആൾപ്പാർപ്പില്ലാത്ത മക്കയിലേക്ക് എത്തുകയും അവിടെ കാബയുടെ പുനർനിർമ്മാണം ഉണ്ടാവുകയും ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ യാത്ര ചെയ്യുന്നു. പിന്നീട് ഷാം, അതായത് ഫലസ്തീൻ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയും പലതരത്തിലുള്ള താല്പര്യങ്ങളെയും വിഷയങ്ങളെയും വിട്ട് ഉപേക്ഷിച്ച് പോകുന്ന യാത്രകളും കൂടിയിട്ടാണ്. സ്വന്തം കുടുംബത്തെ, അതായത് വാപ്പ ഉമ്മ അടക്കമുള്ള കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് വീട് വിട്ടിറങ്ങുന്നത്. പിന്നീട് ദഅവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. കാബയുടെ നിർമ്മാണം മറ്റും ഭാഗമായിട്ടാണ് മക്കൻ പ്രദേശത്തേക്ക് വരുന്നത്. പിന്നീട് സാറയും ഇസ്ഹാക്കുമായി പോകുന്നത് നേരെ ഫലസ്തീൻ ഭാഗത്തേക്കാണ്. ഞാൻ പറഞ്ഞത് മുൻകാല പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഈ ഹിജ്റയുടെ പലതരത്തിലുള്ള മാനങ്ങൾ നമുക്ക് കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ലൂത്ത് നബി അലൈഹി ഇസ്ലാം സഹോദരൻ്റെ പുത്രനായിട്ടാണ് പറയുന്നത്. അള്ളാഹു ആ നാടിനെ നശിപ്പിക്കുമ്പോൾ ബാക്കി വന്ന വിശ്വാസത്തെയും കൊണ്ട് അദ്ദേഹം യാത്രയാവുന്നത് കാണാം. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള മദിയനിലേക്കുള്ള യാത്ര, മദിയനിൽ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്കുള്ള യാത്ര, ഈജിപ്തിൽ നിന്ന് ബനു ഇസ്രായേലികളെ വിളിച്ചുകൊണ്ട് ഫലസ്തീനിലേക്കുള്ള യാത്ര, അങ്ങനെ ഒരു യാത്ര മൂസാ നബിയുടെ ജീവിതത്തിലും നമുക്ക് കാണാം. പിന്നീട് വന്ന ആ ഒരു ഇസ്രായേലി വംശപരമ്പരയിൽ വന്ന ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും ഈ യാത്രകളുണ്ട്. ഹിജ്റ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള യാത്രകളാണ്. ഒന്ന് ശാരീരികമായ യാത്ര, മറ്റൊന്ന് ആത്മീയമായ യാത്ര. ഈ പല പ്രവാചകന്മാർക്കും ഇത് രണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് ആത്മീയമായ യാത്ര അത് അധികമായിരുന്നു. കാരണം പലരും പുതിയ ആശയം സ്വീകരിക്കുമ്പോൾ മുൻകാലത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പല ജാഹിലിയത്തുകൾ, പല ഖുറാഫാത്തുകൾ, പലതരത്തിലുള്ള തെറ്റുകൾ, പലതരത്തിലുള്ള അസത്യമായ ശരിയല്ലാത്ത ആശയങ്ങൾ, ഇതൊക്കെയും തിരുത്തി മറ്റൊരു ലോകത്തേക്കൊരു ഹിജ്റ ചെയ്യേണ്ടതുണ്ടായിരുന്നു. തെറ്റായ ഒരു പാതയിൽ നിന്ന് ശരിയായ പാതയിലേക്കുള്ള ഒരു യാത്ര. ഖുർആൻ പറയുന്ന പോലെ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഒരുപാട് അന്ധകാരങ്ങളിൽ നിന്ന് ശരിയായ വെളിച്ചത്തിലേക്കുള്ള യാത്ര. അത് നബിമാരുടെ കൂടെ വിശ്വസിച്ച ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വന്നിരുന്ന ഒരു ഹിജ്റയാണ് ആത്മീയമായ യാത്ര. അതിൻ്റെ ഭാഗമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടുന്ന് ശാരീരികമായ യാത്രയെ നമുക്ക് ഖുർആനിൽ തന്നെ പല ഭാഗത്തും വിശദീകരിച്ച് പറയുന്നത് കാണാം. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ യാത്രകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജ്റയെക്കുറിച്ചും
വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ പറ്റൂ. നമ്മൾ മുഹറത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംസാരിക്കുന്നത് കൊണ്ട് അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നുവെന്ന് നമുക്കറിയാം. അത് ഇസ്രായേലി സമൂഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ദൗത്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഹിജറയെ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഉത്തരവാദിത്വം അത് ഇസ്രായേലികളെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നില്ലല്ലോ. ഫിറൗൻ്റെ അടുത്തും കൂടി ദുഷ്ടനായ സ്വേച്ഛാധിപതിയായ ഫിറൗനോടും കൂടി ദഅവത്ത് നടത്തുക എന്നൊരു ഉത്തരവാദിത്വം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അതായത് ഖിബ്തികളായ ഫിറോൻ്റെ വംശപരമ്പരയെ മാറ്റി നിർത്തി ഇസ്രായേലികളായ ആൾക്കാരെ രക്ഷിച്ചും അവരെ മാത്രം ദഅവത്ത് നടത്തി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ടല്ല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഖിബ്തികൾ എന്ന് പറയുന്നത് ഇന്നത്തെ കോപ്റ്റിക് വംശജരെ എന്നാണ് പറയുക. അവരെയും ഫിറോനെയും കൂടെയുള്ളവരെയും ദഅവത്ത് നടത്തുകയും അനുസരിക്കുന്നവർ അനുസരിക്കട്ടെ എന്ന രീതിയിലും കൂടാണ്. കാരണം നമുക്കറിയാം, ആ ഒരു മത്സര പരമ്പര നടത്തുമ്പോൾ മാന്ത്രികരെല്ലാവരും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള അത്ഭുതം കണ്ടുകൊണ്ട് വിശ്വാസികളായി മാറുന്നുണ്ട്. അവരാരും ഇസ്രായേലികളായിരുന്നില്ല. അവർ മൂസാ നബിക്ക് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ചെങ്കടൽ പിളർന്ന് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലികൾ മാത്രമായിരുന്നില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൗത്യത്തിലുണ്ടായിരുന്നത്. നമ്മൾ പറയുമ്പോൾ ഇസ്രായേലുകളെ രക്ഷിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ശരിയായൊരു വർത്തമാനമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരെയും കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ദൗത്യം കൂടെ ആയിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്ന. ആ ഓർമ്മയിലുള്ളത് അതും കൂടി ഓർക്കാനാണ് മുഹറത്തിലെ ഈ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുശേഷമാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജറയിലേക്ക് കടന്നു വരേണ്ടത്. കാരണം നമ്മുടെ ചർച്ചയുടെ പ്രധാന വിഷയമെന്ന് പറയുന്നത് വിമോചന പാഠങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഹിജറ, ഒരു മനുഷ്യന് വിമോചനത്തിൻ്റെ ഭാഗമായി മാറുന്നതെന്നാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ളുലുമാത്തുകളിൽ നിന്നുള്ള വിമോചനമാണ് ആദ്യത്തെ വിമോചനം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്കിയത്തു നഫ്സ്, ഒരു സ്വന്തം മനസ്സിനെ സംരക്ഷിച്ചെടുക്കുകയും ശരിയായ മാർഗത്തിലേക്കുള്ള ഒരു പോക്കിനെയാണ് വിമോചനമെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഹിജറയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹു നിരോധിച്ചതിൽ നിന്നുള്ള അകന്ന് നിൽക്കുന്നതിനെയാണ് ഹിജറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അള്ളാഹു കൽപ്പിച്ചതിനോട് ചേർന്ന് നിൽക്കുക, അള്ളാഹു അയച്ചു തന്ന പ്രവാചകന്മാരോടും അവരിലൂടെ കിട്ടിയ കിതാബുകളോടും അതിനോട് അടുത്ത് നിൽക്കുകയും അതിനനുസരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു വിലക്കിയതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്നതിലേക്കാണ് ആദ്യത്തെ ഹിജറ കണക്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് അയാളുടെ പ്രദേശവുമായും കുടുംബവുമായും സമൂഹവുമായുമിട്ടുള്ള രണ്ടാമത്തെ ഹിജറ കടന്നു വരുന്നത്. ആദ്യം ഒരാളുടെ വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഹിജറയെ ആദ്യം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജറ അത്ര എളുപ്പമായിരുന്നില്ല. ഹിജറ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു പലായനമല്ല, ഒരു പേടിച്ചോട്ടമല്ല. സാധാരണ അതിനൊരു അഭയാർത്ഥി വിഷയമായിട്ടാണ്, റെഫ്യൂജി എന്ന് പറയുന്ന ഒരു അഭയാർത്ഥി വിഷയമായിട്ടാണ് സാധാരണ ചിത്രീകരിക്കാറ്. പക്ഷേ അങ്ങനെ ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ? അങ്ങനെ ആയിരുന്നില്ല. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ അതിൻ്റെ ചർച്ചയുടെ തുടക്കം മുതൽ ഹിജറ കഴിഞ്ഞ് മദീനയിലെത്തിയതിന് ശേഷവും ആ ഒരു പ്രോസസ്സ് നീണ്ടു നിൽക്കുന്നത് കാണാം. വിമോചനത്തിൻ്റെ പ്രോസസ്സുകൾ, അതിൻ്റെ പദവികൾ, അതിൻ്റെ പടവുകൾ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാം. ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഹിജറയെ സമീപിക്കുന്നത് നമുക്ക് നോക്കാം. സൂറത്തുൽ അൻആം അതുപോലെ സൂറത്തുൽ ഇസ്രാ, ഈ രണ്ട് സൂറത്തുകൾ ഹിജറയ്ക്ക് തൊട്ട് മുമ്പ് അവതരിച്ച സൂറത്തുകളാണ്. ഈ രണ്ട് സൂറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് ഇതുവരെ കഴിഞ്ഞ ഒരു 12-12.25 വർഷം എന്തൊക്കെയാണോ ദഅവത്ത് നടത്തിയത് അതൊക്കെ വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുക എന്നതായിരുന്നു. ഹിജറയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുവരെ ജീവിച്ച നാട് വിട്ട് എല്ലാം മുറിച്ച് കളഞ്ഞ് ആ നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരോടുള്ള യാതൊരു ഉത്തരവാദിത്വവും പൂർത്തീകരണം നടത്താതെ ഒഴിവാക്കി പോകുന്നതിനെ അല്ല ഇസ്ലാമിൽ ഹിജ്റ എന്ന് പറയുന്നത്. എന്ത് ഉത്തരവാദിത്വമാണോ ഒരു മനുഷ്യനെ ഏൽപ്പിച്ചത് ആ ഉത്തരവാദിത്വം പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിച്ച് പോകുമ്പോൾ മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഹിജ്റയാവുള്ളൂ. അതല്ലാത്ത അങ്ങനെ ചെയ്യാത്ത ഒരു പ്രവാചകനെ അള്ളാഹു തിരിച്ച് ആ നാട്ടിൽ തന്നെ കൊണ്ടുവിട്ട ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം.
യൂനുസ് നബി അലൈഹി സ്വലാം ഇന്നത്തെ ഇറാഖിലെ നീനവ എന്ന് പറയുന്ന ഭാഗത്താണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. കുറേ കാലം അദ്ദേഹം ദഅവത്ത് നടത്തി. ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, വിശ്വാസികളാവുന്നില്ല. അദ്ദേഹം മടുത്തിട്ട് ഇനി ഞാൻ വേറൊരു നാട്ടിൽ പോയി ദഅവത്ത് നടത്താമെന്ന് സ്വയം തീരുമാനിക്കുന്നു. ആ പോകുന്ന ഭാഗത്താണ് ബാക്കിയുള്ള കഥകൾ നമ്മൾക്കറിയാവുന്ന പോലെ കപ്പലിൽ നറുക്കെടുപ്പെടുക്കുകയും അവസാനം ആ വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും അതിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ നീ തൗഹീദ് ആദ്യം ഏറ്റു പറയുന്നു, നിനക്ക് മാത്രമാണ് പരിശുദ്ധ എന്ന് പറയുന്നു, ഞാൻ കുഴപ്പമുള്ളവനാണെന്ന് ഏറ്റു പറയുന്നു, ഞാൻ ഗുൽമ് ചെയ്തു എന്ന് ഒരു നബി ഏറ്റു പറയുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ഗുൽമ് ചെയ്തു, ഞാൻ അക്രമം ചെയ്തു, എന്നെ ഏൽപ്പിച്ച ക്രമം ഞാൻ തെറ്റിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കുകയും തിരിച്ച് ആ നാട്ടിൽ കൊണ്ടുവിടുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അതായത് ഒരാൾക്ക് ഹിജ്റ ചെയ്യണമെങ്കിൽ, ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ഹിജ്റ ചെയ്യണമെങ്കിൽ ഇത്രയും കാലം ജീവിച്ചൊരു നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന പൊക്കിൾക്കൊടി ബന്ധം മുഴുവൻ മുറിച്ച് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് നാട്ടുകാരുടെയുമായി ബന്ധം മുഴുവൻ ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങുക. അതായത് നല്ല ആക്ഷേപങ്ങളല്ല, നമ്മുടെ കയ്യാൽ ചെയ്യുന്ന എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും അവരെ മുഴുവൻ തെറിയേൽക്കുകയും എന്നിട്ടിനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടുന്നതിനല്ല ഇസ്ലാമിൽ ഹിജ്റ എന്ന് പറയുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറത്തുൽ അൻആമും സൂറത്തുൽ ഇസ്രാ പോലുള്ള സൂറത്തുകൾ അവസാനം കൊടുത്തുകൊണ്ട് ആ നാട്ടിൽ എന്ത് ഉത്തരവാദിത്തമാണോ ഇതുവരെ 12.5 വർഷമായി നബി പുലർത്തിയത് അത് മുഴുവൻ പറയുന്ന സൂറത്തുകളാണ് ഈ 2 സൂറത്തുകളും. അവരൊന്നും കൂടി ബോധിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ബോധിപ്പിച്ചുകൊണ്ട് പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഉത്തരവാദിത്ത പൂർത്തീകരണം നടത്താതെ, ഹുജ്ജത്തിൻ്റെ ഉത്തരവാദിത്ത പൂർത്തീകരണം നടത്താതെ ഹിജ്റ ശരിയാവുകയില്ല എന്നാണ് അർത്ഥം. ചിലപ്പോൾ രക്ഷ തേടാൻ വേണ്ടി നമുക്ക് അങ്ങനൊരു അർത്ഥവും കൂടെ ഉണ്ട്. സ്വയം ശരീരരക്ഷ തേടാൻ വേണ്ടി രക്ഷപ്പെടേണ്ടി വരുന്ന ദുർബലരായ ആൾക്കാർ വേറെയുണ്ട്. ഇത് ഞാൻ നബീനെ കുറിച്ചിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ശരിയായ വിശ്വാസി ഏത് തരത്തിലുള്ള ഹിജ്റയാണ് നമ്മൾ നേരിടേണ്ടതെന്നുള്ളതാണ്. കാരണം നമുക്കൊരു വിമോചനം വേണം, ഒരു ലക്ഷ്യം വേണം, ഒരു രക്ഷ വേണം. ആ ലക്ഷ്യവും രക്ഷയുമൊക്കെയും പൂർത്തിയാവുന്നത് നമ്മളെ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള സൂറത്തുകൾ അവതരിപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നതിന് മുമ്പ് ആ നാട്ടുകാരുമായിട്ടുള്ള നല്ല ബന്ധം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന എല്ലാ സമ്പത്തുകളും തിരിച്ചു കൊടുക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കിടക്കയിൽ കിടത്തി തൻ്റെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് കിടത്തിയത്. മറ്റൊരു തന്ത്രം നാട്ടുകാരെ പറ്റിക്കാനായിരുന്നു, ഒരു ട്രിക്കായിരുന്നു. അതിൻ്റെ കൂടെ മറ്റതായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച അമാനത്ത സ്വത്തുകൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പോകുമ്പോൾ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്ന രീതി ഒരു മുസ്ലിമിൻ്റെ രീതിയല്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസി വിശ്വസ്തനാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുനാഫിഖിൻ്റെയും മുഅ്മിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വിശ്വസ്തതയാണ്, അമാനത്തിന് സൂക്ഷിക്കാൻ കഴിയുക. ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വെറുത്ത മനുഷ്യന്മാർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അമാനത്തായി അവരുടെ സ്വത്തുവകൾ ഒരു സേവിങ് ബാങ്ക് സിസ്റ്റം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരുന്നത്. ആ സമ്പത്ത് തിരിച്ചു കൊടുക്കാനാണ് അലി റളിയല്ലാഹു അൻഹു അവിടെ കിടത്തുകയും ചെയ്തത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിനൊരു ഭാഗവും കൂടാണ് തങ്ങളെ വെറുക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലും നല്ല ഇമേജ് ഉണ്ടാക്കാൻ കഴിയുക എന്നത്. ചില സഹാബിമാരൊക്കെ പോകുമ്പോൾ യാത്ര കഴിഞ്ഞ് പോകുന്ന അടുത്ത ചില കൂട്ടുകാരും നാട്ടുകാരും അയൽക്കാരൊക്കെ അറിഞ്ഞപ്പോൾ, അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ള ആൾക്കാരെ അറിഞ്ഞപ്പോൾ അവർ പോയി, നിങ്ങളൊക്കെ പോയാൽ എന്താണ് അവസ്ഥ എന്ന് നാട്ടുകാർ തന്നെ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഹിജ്റ എന്ന് പറയുമ്പോൾ നാട്ടിൽ നല്ല ഇമേജ് ഉണ്ടാവുക എന്നതും കൂടാണ്. മോശമായ ഇമേജിൽ നിന്ന് ശരിയായ ഇമേജിലേക്ക് എത്തുകയും അത് നാട്ടുകാർക്കിടയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളരുകയും ചെയ്യുക എന്നതും കൂടെ ഹിജ്റയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിയുന്നത്. ഇനിയാണ് നമ്മൾ ഹിജ്റയുടെ രീതികളിലേക്ക് പോകുന്നത്. ഒരു വിശ്വാസി ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നും കൂടി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഹിജ്റയിലുള്ളത്. അതായത് പ്ലാനിങ്ങും വേണം, പ്രീ പ്ലാനിങ്ങും വേണം, സ്ട്രാറ്റജിയും വേണം, എന്നിട്ട് ആ പരിപാടി നടപ്പിലാക്കണം എന്നാണ് ഹിജ്റയുടെ പാഠം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എല്ലാ മേഖലകളിലും പഴുതടച്ച തീരുമാനങ്ങളെന്ന് പറയുന്ന രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പൂർത്തിയാക്കിയത്. അതാദ്യം ചെയ്യുന്നത് ഒരു അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കിൻ്റെ സഹായം തേടുക എന്നതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായ ഭയാനകമായ സംഭവമാണ് ഹിജ്റ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയ്ക്ക് 100-ലധികം ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ചൊരു കാലഘട്ടം. ആൾക്കാർ മുഴുവൻ പരക്കെ പായുന്നുണ്ട് മുഹമ്മദിനെയും അബൂബക്കറിനെയൊക്കെ തപ്പിക്കൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം അല്ലാത്ത മുശ്രിക്കായ അബ്ദുല്ലാഹ് ബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സഹായം തേടുന്നത്. ആ മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയുടെ ചാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ആ പോക്ക് നേരെ പോക്കായിരുന്നില്ല. അതായത് മദീന എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് വടക്കൻ ഭാഗത്താണ് ഉള്ളത്. എന്നാൽ സൗർ ഗുഹ നമുക്കറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച സൗർ ഗുഹ എന്ന് പറയുന്നത് തെക്കൻ ഭാഗത്താണ് ഉള്ളത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മനുഷ്യൻ കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി തെക്കൻ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. 3 ദിവസം ആ ഗുഹയിൽ താമസിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും വിചാരിക്കുക വടക്കോട്ടാണെന്നാണ്. അതായത് തന്ത്രം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അപ്ലൈ ചെയ്തത്, വടക്കോട്ട് പോവുക. അതുമാത്രമായിരുന്നില്ല, ഈ മനുഷ്യൻ വളരെ സങ്കീർണമായ എളുപ്പമല്ലാത്ത വഴികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ വേറെ 2 പേരെ ഇതിന് സഹായിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് അബ്ദുല്ലാഹ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകൻ. അദ്ദേഹം ആ സമയത്ത് ചെറുപ്പക്കാരനാണ്. ഈ ഭാഗത്തേക്കൊന്നും അന്ന് വിശ്വാസികൾക്കിടയിലോ അതുപോലെ മക്കക്കാർക്കിടയിലൊക്കെ ഒരുപോലെ സ്ഥാനമാണ്. ഒരു വലിയൊരു വിശ്വാസിയായിട്ടും ബഹളക്കാരനാണോ പ്രശ്നക്കാരനായിട്ടൊന്നും അവർ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുല്ലാഹ് ബിൻ അബൂബക്കറിനെ ഖുറൈശി പ്രമുഖരുടെ ഗൂഢാലോചനക്കിടയിലേക്ക് കയറ്റി വിട്ടിരുന്നു. അവരുടെ ചർച്ചകളിലൊക്കെയും അദ്ദേഹം പോയിരിക്കുമായിരുന്നു. അവിടുന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ 3 ദിവസങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന പണി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മൂത്ത മകൾ അസ്മാ ബിൻ അബീബക്കർ, അവർ ഈ രാത്രികളിൽ ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ ദാത്തുൻ നിതാഖൈൻ എന്ന് പറയുന്ന പേരിട്ട് വിളിച്ചത്. ഇരട്ടപ്പട്ടക്കാരി, 2 ബെൽറ്റിൻ്റെ സ്ത്രീ എന്ന രീതിയിൽ. അതായത് അവർക്ക് 1 ബെൽറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വസ്ത്രത്തിനുള്ളിൽ ഭക്ഷണം വെച്ച് കെട്ടണമെങ്കിൽ ആ ബെൽറ്റ് പോരായിരുന്നു. അപ്പോൾ ആ ബെൽറ്റ് 2ആയി വലിച്ചു കീറി, ഒന്ന് ശരീരത്തെയും വസ്ത്രത്തെയും മറ്റൊന്ന് ഭക്ഷണത്തെയും വെച്ച് കെട്ടിയിട്ട് ഗർഭിണിയായ ആ സ്ത്രീ, അതായത് ഇബ്നു സുബൈറിൻ്റെ ഭാര്യയായിരുന്നു അദ്ദേഹം, സുബൈർ ബിൻ അവ്വാമിൻ്റെ ഗർഭിണിയായ, പൂർണ്ണ ഗർഭിണിയായിട്ടെന്നാണ് ചരിത്രം പറയണത്. ആ സ്ത്രീ ഭക്ഷണവും കൊണ്ട് രാത്രി നേരം സൗർ ഗുഹയിൽ മലയിൽ വലിഞ്ഞു കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വന്തം വാപ്പാക്കും ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീയായിരുന്നു. അതാണ് അസ്മാ ബിൻത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട റോൾ അവിടെ കടന്നു വരുന്നു. പ്രത്യേകിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ കുടുംബവും ഈ മേഖലയിൽ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പണ്ഡിതന്മാർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൃത്തായി ഈ സഹയാത്രികനായി സ്വീകരിച്ചതിനെ പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വളരെ രഹസ്യമുള്ള യാത്ര ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടിനെ തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ വിവരങ്ങളോ മറ്റോ ദുർബലരായ ആൾക്കാരാണെങ്കിൽ, ഏതെങ്കിലും സമ്മർദ്ദഫലമായ വിവരങ്ങൾ ചോർന്നു പോവുകയാണെങ്കിൽ യാത്ര മുഴുവൻ പ്രശ്നമാവുമെന്ന് കരുതിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് ആദ്യ മുസ്ലിം എന്ന നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഫാമിലിയും ഹിജ്റയിലെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അസ്മ എന്ന് പറയുന്ന ആ സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലെ അന്നദാതാവായിരുന്നു. നമുക്ക് ഹിജ്റ എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ പോലും ഒരു ആണിനും പെണ്ണിനും ഇസ്ലാമിൻ്റെ വിമോചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഭാഗമായ ഹിജ്റയിൽ ഒരു ആണിനും പെണ്ണിനും ഒരുപോലെ സ്ഥാനമുണ്ടായിരുന്നതിന് നമുക്ക് ഈ ഹിജ്റ സംഭവം കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച ഒരു അടിമയുണ്ടായിരുന്നു, ആമിർ ബിൻ ഹുഫൈറ എന്ന് പറയുന്ന ഒരു സഹാബി. അദ്ദേഹം മുൻ അടിമയായിരുന്നു, അദ്ദേഹം മോചിപ്പിച്ചാണ്. ഈ മനുഷ്യൻ, ഈ സഹാബി, അദ്ദേഹം ചെയ്ത മറ്റൊരു സഹായം, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആടുമാടുകളെയും കൊണ്ട് ഇവർ നടന്ന ഭാഗത്തേക്ക്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ് ബിൻ അബീബക്കറും അല്ലെങ്കിൽ അസ്മയൊക്കെ നടന്ന ഭാഗത്തേക്ക് ആ കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി ആ ഭാഗത്തൂടെ ആടിനെയും കൊണ്ട് യാത്ര ചെയ്യും. എന്നിട്ട് രാത്രി എത്തുമ്പോൾ ആടിൻ്റെ പാല് കറന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. എന്നിട്ട് ആ നാട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി ആടിനെയും മറ്റിനെയും ആ ഭാഗത്തുനിന്ന് മാറ്റുകയും ചെയ്യും.
ആലോചിച്ച് നോക്കുക, ഹിജ്റയുടെ ഈ ഒരു സംഭവത്തിൽ പോലും എത്ര തന്ത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. സങ്കീർണമായ ഇന്ത്യൻ സാഹചര്യത്തിൽ പോലും നമ്മളെ സഹായിക്കാൻ എത്ര നോൺ മുസ്ലിം സുഹൃത്തുക്കളുണ്ടാകും എന്നൊരു ചോദ്യം ഈ ഒരു സംഭവം നമ്മുടെ മുൻപിൽ വെക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതി, എല്ലായിടത്തും പലതരത്തിലുള്ള ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അറ്റാക്ക് നടക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കാൻ വിശ്വാസി അല്ലെങ്കിൽ പോലും എത്ര സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. വിമോചന പടം എന്ന് പറയുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, അവരുടെ ഒരു സമുദായം, ഒരു കമ്മ്യൂണലിസം, അവരുടെ ഒരു സാമുദായിക വികാരങ്ങൾ മാത്രം നോക്കി അവരുടെ ലോകത്തേക്ക് ഒരുങ്ങി ജീവിക്കുന്നതല്ല. പകരം ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് നമ്മളുടെ സ്വഭാവം കണ്ടറിഞ്ഞ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെയും കൂടിയൊരു ലോകമാണ് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തരത്തിലാണ് ഹിജ്റയെ കാണുന്നത് പോലും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു യാത്രയുടെ മൊമെൻ്റ് പോലും ഒരുപാട് പഠിക്കാനുണ്ട്. വിമോചനമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഒരു ഇതര സമൂഹങ്ങളുമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. സ്ത്രീകളുടെ ത്യാഗത്തിൻ്റെ ചരിത്രമുണ്ട്. ഒരുപാട് തന്ത്രങ്ങളുടെയും പ്ലാനിങ്ങളുടെയും ചരിത്രം ഇതിലുണ്ട്. അങ്ങനെ സൗർ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, നമ്മളെങ്ങാനും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് സൂറത്ത് തൗബയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, രണ്ടിൽ പേര് ഒരാളിങ്ങനെ വിഷമിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഹിജ്റ എന്നതൊരു തവക്കുലിൻ്റെയും കൂടി ഒരു ചരിത്രം പഠിപ്പിക്കുന്നതാണ്. തവക്കുലില്ലാതെ, തഖ്വയില്ലാതെ, അതുപോലെ തന്നെ ചെയ്യാനുള്ള മനസാക്ഷി ഇല്ലാതെ ഒരു വിജയവും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് മൻ ജദ്ദ വജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പണിയെടുക്കുന്നവനാണ് ലഭിക്കുക. ഹിജ്റ ഈ തരത്തിലുള്ള മുഴുവൻ പ്ലാനിങ്ങുകളിലൂടെയും സ്ട്രാറ്റജിയിലൂടെയും പലതരത്തിലുള്ള സഹവർത്തിത്വങ്ങളിലൂടെയും സഹായങ്ങളിലൂടെയും മുന്നോട്ട് പോയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പൂർണ്ണമായും അവിടെ എത്തുന്നത്. ഇവിടെ നമ്മൾ ഹിജ്റയുടെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിജ്റയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ചില തന്ത്രങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഹിജ്റ എന്ന് പറയുന്ന ഒരു നാട് വിട്ട് മറ്റൊരു നാടിലേക്ക് പോവുകയും അവിടെ സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യുക, അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ചിന്തിക്കാൻ. പോകുന്ന നാട് അതിന് താമസിക്കാൻ വസിക്കാൻ പറ്റിയ നാടാവണം. അവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ അഭയാർത്ഥികളായി മറ്റൊരു നാട്ടിൽ നിന്ന് ഓടി വരുന്നവരെ, രക്ഷപ്പെട്ട് വരുന്നവരെ സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യവും സ്വാതന്ത്ര്യവും ഉള്ളവരാവണം. അതില്ലെങ്കിൽ ഹിജ്റ ആവുകയില്ല. ഇത് ഞാൻ പറയാൻ കാരണം 1990 തുടക്കകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ചില മുസ്ലിം നേതാക്കന്മാർ ഇവിടെ നിന്ന് ഹിജ്റ ചെയ്യാൻ ഇവിടുത്തെ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു. ഖിലാഫത്ത് സമരം ഒക്കെ നടക്കുന്ന 1920 പശ്ചാത്തലത്തിലാണ് ഈ സംഭവം. വളരെ പ്രമുഖരായ പണ്ഡിതരാണ് നേതൃത്വം നൽകിയത്. പാവങ്ങളായ കുറേ മനുഷ്യന്മാർ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് അവർ അഫ്ഗാൻ ഭാഗത്തേക്ക് അഫ്ഗാൻ മുസ്ലിം ഭാഗമാണല്ലോ. പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. വന്നവരെയൊക്കെ ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല ചെയ്തു. ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് തീരുമാനിക്കാതെ, പോകുന്ന ഭാഗം തങ്ങൾക്ക് സേഫാണ് എന്ന് ഉറപ്പ് വരുത്താതെ, അവിടുത്തെ ജനങ്ങൾ തങ്ങളെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് വരുത്താതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഒരു ആത്മഹത്യ തന്നെയായി മാറുമെന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ചരിത്രം നമുക്കറിയാം. മുഹറം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മൂസാ നബി അലൈഹി സ്വലാമയുടെയും സംഭവത്തിനപ്പുറം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവവുമായി ചേർത്ത് വെച്ച് വായിക്കാറുണ്ട്. കർബല സംഭവം നിങ്ങൾക്കറിയാം. കർബല സംഭവത്തിലും ഇതേപോലൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ആ കൂഫയിൽ നിന്ന് അദ്ദേഹം നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് കർബല, അതായത് ഈ കൂഫ ഭാഗത്തേക്കുള്ള യാത്ര അദ്ദേഹം തീരുമാനിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂടെയുള്ളവരെയും സഹായിക്കുമെന്ന് ആദ്യം അവർ ഉറപ്പ് നൽകി. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യപ്രകാരം ആ നാട്ടുകാർ ആ വാക്ക് പിൻവലിച്ചു. കാരണം നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണകൂടം നിങ്ങളെ അറ്റാക്ക് ചെയ്യും, കൂട്ടക്കൊല ചെയ്യുമെന്ന് പറയുന്ന വാർത്ത അവർക്ക് ലഭിക്കുകയും അവർ ആ ഒരു വാക്ക് പിൻവലിക്കുകയും ചെയ്തു. ഇതറിഞ്ഞു പല ആൾക്കാരും ഹുസൈൻ റളിയല്ലാഹുവിനോട് അറിയിച്ചു കൊടുത്തു. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തന്നെ കസിനായ അലി റളിയല്ലാഹുവിൻ്റെ മറ്റൊരു മകനാണ് മുഹമ്മദുൽ ഹനഫിയ, പ്രമുഖ പണ്ഡിതനായിരുന്നു, അന്നത്തെ താബിയാണ്. അദ്ദേഹവും തൻ്റെ സഹോദരനോട് പറഞ്ഞു പോകരുത്. അങ്ങനെയും ചരിത്രത്തിൽ സംഭവം ഉണ്ടായി. പക്ഷേ ഹുസൈൻ റളിയല്ലാഹുവിനുള്ളിൽ എന്നാൽ ഞാൻ അവിടെ ചെന്നാൽ അവരെന്നെ സഹായിക്കാനുണ്ടാകുമെന്ന് പറയുന്ന ധാരണയുണ്ടായിരുന്നു. അവിടെ എത്തുകയും അവർ അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെടുകയുമാണ് ചെയ്തത്.
ഞാൻ പറഞ്ഞത് ഹിജറ എന്നത് നമ്മൾ കണ്ടറിഞ്ഞ് ആലോചിച്ചും ചെയ്യേണ്ട കാര്യമാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പാഠങ്ങളുണ്ട്. ആദ്യം ഹിജറ പോകുന്നത് അബ്സീനയിലേക്കാണ്. അബ്സീനയിലേക്ക് പോകുമ്പോൾ പ്രമുഖരായ സഹാബികൾ ജാഫർ ഇബ്നു അബി താലിബിനെ പോലുള്ള, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രമുഖരായ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരുമൊക്കെയും ആ കൂട്ടത്തിലുണ്ട്. സമ്പന്നരെ മാത്രമല്ല തിരഞ്ഞെടുത്ത് വിട്ടത്. അങ്ങനെ ജാഫർ ഇബ്നു അബി താലിബ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലുള്ള ആൾക്കാരെ അയക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ കഴിവുള്ളവർ വേണം എന്നതും കൊണ്ടും കൂടിയിട്ടാണ്. അവിടെ എത്തുകയും കുറച്ചു കാലം അവിടെ താമസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്സീനയിലേക്ക് വിട്ടത്? കാരണം അവിടെയുള്ള നജാഷി എന്ന് പറയുന്ന ഭരണകർത്താവിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അവിടുത്തെ ഈ മുസ്ലിങ്ങൾ, ആദ്യകാല മുസ്ലിങ്ങൾ അവിടെ എത്തുമ്പോൾ തിരിച്ചോടിക്കില്ല എന്ന പൂർണ്ണമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അബ്സീനയിലേക്ക് വിശ്വാസികളെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. പിന്നെ മദീനയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? വെറും കൈയോടല്ലല്ലോ പോകുന്നത്. മദീനയിൽ 2 ഉടമ്പടികൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. 621 ആദ്യത്തെ അഖബ ഉടമ്പടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പബ്ലിക് ഡിപ്ലോമസി, അതായത് ദഅവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് മക്കയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും യാത്രകൾ ചെയ്തുകൊണ്ടും ഒക്കെയായിരുന്നു. പക്ഷെ മക്കയ്ക്ക് പുറത്തുള്ള ആൾക്കാരുമായി ദഅവത്ത് നടത്തിയിരുന്നത് ഹജ്ജ് വേളയിലാണ്. ഹജ്ജ് വേളയിലാകുമ്പം മക്കയുടെ ചുറ്റുപാടുമുള്ള അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്ന് കച്ചവട സംഘങ്ങൾ വരും, ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന്മാരും വരും. ഇവരടുത്ത് ചെല്ലുകയും അവരുമായി വർത്തമാനം പറയുകയും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരുടെ നാട്ടിലേക്ക് പോയി ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയും അങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ വരികയും ചെയ്യുന്ന ഒരു ഡിപ്ലോമസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി യസ്രിബിൽ നിന്ന് 621 ഒരു സംഘം വരുന്നു, 12 പേരോ മറ്റടങ്ങുന്ന ഒരു സംഘം. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും അവരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ ചർച്ചകൾ നടത്തുന്നത് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വിശ്വാസികൾ അവരെ ഇസ്ലാം പഠിപ്പിക്കുകയും അവർ വിശ്വാസികളാവുകയും അവരോട് ചില ഉടമ്പടികൾ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ഒന്ന്, ഷിർക്ക് ഒഴിവാക്കുക, ജീവിതത്തിൽ തൗഹീദാണല്ലോ അടിസ്ഥാനം, അതുണ്ടാവുക. രണ്ടാമത് അദബുണ്ടാവുക, നമ്മുടെ സാമൂഹിക സാംസ്കാരിക സദാചാര മേഖലകളിൽ അദബ് നമുക്കുണ്ടാവുക. 3, മറ്റൊരാളെ വധിക്കരുത്. അതായത് അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ കൊലപാതകം, അക്രമം എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവികമായ സംഭവങ്ങളാണ്. ആ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വധം, മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നത്, ഉപദ്രവിക്കുന്നത് ഹറാമാക്കി മാറ്റി. അതിൻ്റെ കൂടെ തന്നെ 4-മതായി അവർ പറഞ്ഞത് ഗീബത്ത് നമീമത്തുകൾ പറയരുത്. അഖബ ഉടമ്പടിയിൽ വന്ന മനുഷ്യന്മാരോട് തൗഹീദിൻ്റെ വർത്തമാനം പറയുമ്പോൾ മറ്റൊരാളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ ചേർത്ത് പറയുന്നത് മറ്റൊരാളെ അധിക്ഷേപിക്കരുത്, ഗീബത്ത് നമീമത്ത് പറയരുതെന്നാണ്. അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹിജറയുടെ തുടക്കത്തിലുള്ളൊരു മൊമെൻറ്റിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗീബത്ത് നമീമത്ത് പറയരുത് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രതിജ്ഞ ചെയ്തത് അവർ പോയി 622 തൊട്ടടുത്ത വർഷം അവർ വരുന്നത് 75ഓളം പേരുമായിട്ടാണ്. 12 പേരിൽ നിന്ന് 75ഓളം പേരുമായി മാറുകയും അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കരാർ ചെയ്യുന്നു. അതിൽ മുഴുവനും തആത്ത്, അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നതാണ് ആദ്യത്തെ പ്രതിജ്ഞ, ഒന്നാമത്തത്. രണ്ടാമത്തത്, സാമ്പത്തികമായി വിശ്വാസികളെ നിങ്ങൾ സഹായിക്കണം, നിങ്ങളുടെ കൂടെയുള്ളവരെയും സഹായിക്കണം, ഇനി നമ്മൾ വന്നാൽ ഞങ്ങളെയും സഹായിക്കണം എന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3-മതായി നീതിയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു. നീതിയെക്കുറിച്ചും അതുമാത്രമല്ല അംർ ബിൽ മാറൂഫ് വ നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നീതിയിൽ അധിഷ്ഠിതമായൊരു ജീവിതവും തീരുമാനവും ചിന്തയും നിങ്ങൾക്ക് വേണമെന്ന് 2-മത്തെ അക്കടം പറയുന്നു. പിന്നെ പറയുന്നത് നിർഭയത്വമാണ്, ഒരാളെയും പേടിക്കരുത്, ഒരു മഖ്ലൂക്കിനെയും നിങ്ങൾ ഭയക്കരുത്, അള്ളാഹുവിനെ മാത്രമേ ഭയക്കാൻ പാടുള്ളൂ. സത്യം പറയുന്നതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും പാടില്ല, ഭയവും പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. പിന്നീട് വന്നത് പ്രൊട്ടക്ഷനാണ്. അതായത് വിശ്വാസികളായ നിങ്ങളുടെ കൂടെയുള്ള ദുർബലരായ അക്ഷണരായ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവരെയും സംരക്ഷിക്കൽ നിങ്ങൾക്ക് ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉടമ്പടിയിൽ 2-മത്തെ അഖബ ഉടമ്പടിയിൽ പറഞ്ഞതിന് ശേഷമാണ്, അതിൻ്റെ 4-5 മാസങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്യുന്നത്. ഈ 2 ഉടമ്പടികളാണ്
മക്കൻ മദീനൻ ഈ യസ്രിബ് എന്ന് പറയുന്ന സമൂഹത്തെ മദീനയാക്കി മാറ്റുന്നത്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിക്കുകയാണ് ചെയ്യുന്നത്. നാം ആലോചിച്ച് നോക്കുക, ഒരു അഭയാർത്ഥിയായ റെഫ്യൂജിയായ ഒരു നാട്ടിൽ ചെന്നാൽ അയാൾക്ക് എങ്ങനെയാണ് അവിടെ നേതാവാൻ കഴിയുക? ആ റെഫ്യൂജിയായ ഏത് നാട്ടിലാണോ ചെല്ലുന്നത് അവർക്കിടയിൽ അവരുടെ ഒരാളായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബസീനയിലേക്ക് പോവാതിരുന്നതെന്ന് ചർച്ചയുണ്ട്. അബസീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഒരു പ്രജയായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷെ നബിയുടെ ദൗത്യം മറ്റൊരാളുടെ കീഴിൽ ഒരു പ്രജയായി സിറ്റിസനായി ജീവിക്കാനല്ല, ഹാക്കിമായി മാറേണ്ട, ഭരണകർത്താവായി മാറേണ്ട, സയ്യിദുൽ ഖൗം നേതാവായി മാറേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് യസ്രിബിലേക്കുള്ള യാത്ര തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ അതിനു മുമ്പ് ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വണങ്ങുന്ന അനുസരിക്കുന്ന ഒരു സമൂഹമായി മാറണം. അതിന് ഈ 2 അഖബ ഉടമ്പടികൾക്കൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം, മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബിയെ യസ്രിബിലേക്ക് അയക്കലാണ്, അതായത് മദീനയിലേക്ക് അയക്കലാണ്. അദ്ദേഹം അവിടെ ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് വരെ നല്ലൊരു ശതമാനം മദീനയിലുള്ള ക്രിസ്ത്യൻസ് യഹൂദരായ ആൾക്കാരെയും മജൂസികളായ ആൾക്കാരെയും മുശ്രിക്കുകളായ ആൾക്കാർക്കിടയിലും ദഅവത്ത് നടത്തുകയും നല്ലൊരു സക്സസ്ഫുള്ളായ ഒരു പ്രബോധകനായി അദ്ദേഹം മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു കരാറുകളെന്ന് മാത്രമല്ല, സത്യം തനിക്ക് മുമ്പേ തന്നെ അവിടെ എത്തുക എന്ന് പറയുന്ന തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നത്. ഈ സ്ട്രാറ്റജികളാണ് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ, നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ പദ്ധതികൾ വേണമെന്ന് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അവിടെ എത്തിയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എന്താണ് ചെയ്യുന്നത്. അതായത് ഹിജ്റ കഴിഞ്ഞു, ഇനി നമുക്ക് അടങ്ങിയിരിക്കാം എന്നല്ലല്ലോ. ഇത്രയും കാലം ഒരുപാട് പദ്ധതികളും പ്ലാനിങ്ങും പ്രീ പ്ലാനിങ്ങുമായി കൊണ്ട് നടന്ന് വിജയിച്ചെടുത്ത ഒരു സംഭവം 2-ാം ദിവസം പരാജയപ്പെടാൻ പാടില്ല. ഹിജ്റ എങ്ങനെയാണ് വിജയമാവുന്നത്, ആ നാട്ടിലെ വിമോചനമാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ 2 ഗോത്രങ്ങൾ നിങ്ങൾക്കറിയാം, ഹൗസും ഖസറജ് ഗോത്രങ്ങൾ. അവർക്കിടയിൽ പതിറ്റാണ്ടുകളായി പ്രശ്നങ്ങളാണ്. അതിനൊരു മീഡിയേറ്റർ എന്ന നിലയിലും കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വീകരിക്കുന്നത്, വിളിച്ചാനയിക്കുന്നത്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതോടുകൂടിയിട്ടാണ് ആ ഭാഗത്തെ ഒരു ഡിഫാക്റ്റോ റൂളർ, ഒരു യഥാർത്ഥ ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നത്. അതോടുകൂടിയിട്ടാണ് ആ സമൂഹത്തിൽ വിള്ളലുകളും ഉണ്ടാകുന്നത്. നമ്മളെ 5-ാം പത്തികളെന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ മുനാഫിക്കുകൾ രൂപപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂലിൽ നിന്ന് ഒരു റൂളറാവുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ രാജാവാൻ കിരീടമൊക്കെ തയ്യാറായിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പദ്ധതികളും പ്ലാനിങ്ങും യാത്രയും ഹിജ്റയും അവിടുത്തെ റൂളറായൊക്കെ മാറുന്ന സംഭവങ്ങളുണ്ടാകുന്നത്. അതോടുകൂടിയിട്ടാണ് മുനാഫിഖ് എന്ന് പറയുന്ന മറ്റൊരു ചേരി മുസ്ലിങ്ങൾക്കിടയിൽ 1-ാം തരം പത്തരമാറ്റ മുഅ്മിനായി കാണിക്കുകയും എന്നാൽ കാഫറിനേക്കാൾ മുഴുത്ത കാഫറായി ജീവിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ഉണ്ടാവുന്നത് നബിയുടെ ഹിജ്റയുടെ പശ്ചാത്തലത്തിലാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വരികയും പിന്നീട് മുഴുവൻ റോസാപ്പൂക്കൾ നിറഞ്ഞ ലോകമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. അത് ഏത് ലോകത്തേക്കാണോ എത്തുന്നത്, തൻ്റെ മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ ഏറ്റവും വലിയ കാഫറുകളും ശത്രുക്കളും പതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പോലും ഹിജ്റയുടെ കാരണത്താലാണ്. നമുക്കത് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയതിനു ശേഷം പിന്നെ എങ്ങനെയാണ് ഹിജ്റയെ വിജയിപ്പിച്ചെടുത്തത്? ഒന്നാമത്തെ കാര്യം അവിടെ പള്ളികൾ പണിയുക എന്നുള്ളതായിരുന്നു. ഖൂബ മസ്ജിദിനെ കുറിച്ച് നമുക്കറിയാം. മദീനയിൽ എത്തുകയും മസ്ജിദ് നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണിയുന്നു. അവിടുത്തെ ഒരു മദ്രസയായും ഒരു മജിസ്ട്രേറ്റായും ഒരു പാർലമെൻറ്റായും അവിടുത്തെ ഓഫീസായും എല്ലാമായും മസ്ജിദ് നബവി മാറുന്നു. എല്ലാവർക്കും ചർച്ച ചെയ്യാനും വരാനും പോവാനും എന്തിനുമുള്ള സൗകര്യമായി മസ്ജിദ് നബവി മാറുന്നു. അതായത് നജറാനിൽ നിന്ന് ഈ ക്രിസ്തീയ പണ്ഡിതന്മാർ വരുമ്പോൾ അവരെ ആനയിച്ചിരിക്കാനും അവർക്ക് ഈ ഭാഗത്ത് നടക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഒരുക്കി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് മസ്ജിദ് നബവിയാണ്. ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്ന് മസ്ജിദ് നബവിയിൽ മൂത്രമൊഴിച്ചപ്പോൾ അയാളോട് മാന്യമായി പെരുമാറുകയും അവിടെ കുറച്ച് വെള്ളവും മണ്ണും മാറ്റിവെച്ചാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നടക്കുന്നത് മസ്ജിദ് നബവിയിലാണ്. കാരണം ഒരു വിഷയത്തെ വളരെ പരുഷമായി സങ്കുചിതമായിട്ടല്ല ഒരു ലോകത്തെ കാണേണ്ടത് എന്ന് ഹിജ്റയുടെ ശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ള അദബുകളുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ലോകമാണ് അസ്രിബ്, അതായത് മദീന. അവിടെയുള്ള മനുഷ്യന്മാർക്ക് തർബിയത്ത് ഒരു നിമിഷം കൊണ്ട് കൊടുക്കേണ്ടതല്ല. അതുമാത്രമല്ല വ്യത്യസ്ത മത സമൂഹങ്ങളുള്ള ലോകമാണ്.
അവരെയും ഇൻക്ലൂസീവായി സമീപിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവവും ഹിജറയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഈ മുഹാവാത്ത് എന്ന് പറയുന്ന രീതിയാണ്. അൻസാറുകൾ ഇതുവരെ മക്കക്കാർ എന്ന പേര് മാത്രമുണ്ടായിരുന്ന ആ വിശ്വാസികൾ മദീനയിലെത്തുന്നതോടുകൂടി മുഹാജിറുകളായി മാറുന്നു. മുഹാജിർ എന്ന് പറയുന്ന പൊസിഷനിലാണ് പിന്നീട് അവരറിയപ്പെടുന്നത്. അവരെ സഹായിച്ചവരോ അവർ അൻസാറുകളായി മാറുന്നു. ഇവർക്ക് രണ്ടുപേർക്കിടയിൽ കുടുംബത്തിൻ്റെ ബന്ധങ്ങളുണ്ടാവുന്നു, വിവാഹ ബന്ധങ്ങളുണ്ടാവുന്നു, ബിസിനസ്സിലെ ബന്ധങ്ങളുണ്ടാവുന്നു, വീടുകൾ പാതിയായി മുറിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നമ്മൾ അയാൾക്ക് 2-3 ദിവസം വീട് കൊടുക്കും. അധികം നമ്മൾ താമസിക്കാൻ നമ്മൾ പോലും ആഗ്രഹിക്കില്ല. പക്ഷേ പതിറ്റാണ്ടുകളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അതിന് എത്രയും വർഷക്കാലം ഈ അൻസാരികൾ കൊടുത്ത വീടുകൾ തന്നെയാണ് പല മുഹാജിറുകളും മരിച്ചതുപോലും. ആലോചിക്കൊണ്ട് അത്രത്തോളം ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ഈമാൻ അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തി കൊടുത്തിട്ടുണ്ടാവണം. അവിടെയാണ് ഹിജറ വിജയിക്കുന്നത്. നമ്മൾ ഏത് നാടിനെ ആരെയാണോ നമ്മൾ അതിഥിയായി സ്വീകരിക്കുന്നത്, ആരുടെയാണോ നമ്മൾ ഹോസ്റ്റായി മാറുന്നത്, അവർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കണമെന്നും ഹിജറ നമുക്ക് തരുന്ന പാഠമാണ്. വെറുപ്പിക്കാനല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്തിന് വേണ്ടി ആൾക്കാരെ അയക്കുമ്പം യസ്റ വലാ തുഅസ്സിറ ബശ്റ വലാ തുനഫിറ എന്ന് പറയണത്. നിങ്ങൾ നാട്ടുകാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക, നിങ്ങളെ വെറുപ്പിക്കരുത്. സന്തോഷവർത്താനാണ് അറിയിക്കേണ്ടത്, വെറുപ്പിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ആ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായാൽ മാത്രമേ ശരിയായ വിശ്വാസ സമൂഹം രൂപപ്പെടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊടുത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിശ്വാസിയാവാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പക്ഷേ വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ വിശ്വാസിയുമാവുകയുമില്ല. ഇതൊക്കെ എവിടെയാണ് പറയുന്നത്? മദീനയിലാണ്. മദീനൻ സമൂഹത്തിൽ അൻസാരികൾ മുഹാജിർ എന്ന് പറയുന്ന 2 ജിയോഗ്രഫിയിലുള്ള മനുഷ്യന്മാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യേണ്ടത് ഇഷ്ടങ്ങളിലൂടെ ആവണം, അടുപ്പങ്ങളിലൂടെ ആവണം. ആ തരത്തിലുള്ള ഒരു ഇമിഗ്രേഷൻ പോളിസിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിച്ചത്. വിശ്വാസത്തിൻ്റെ പേരിൽ ഇഷ്ടം ഉണ്ടാക്കുക. അതായത് സ്വന്തം കുടുംബത്തെക്കാളും അപ്പുറം ആദർശബന്ധമാണ് വലുതെന്ന് പഠിപ്പിക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇഖ്വത്ത് എന്ന് പറയുന്നത്, അഹ് എന്ന് പറയുന്ന അറബി ഭാഷയിൽ ഒരേ ഉമ്മയിലും വാപ്പയിലും ഉണ്ടാകുന്ന സഹോദരൻ സഹോദരിയാണ്. പക്ഷേ സൂറത്തുൽ ഹുജറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഅ്മിനുകളാണ് സഹോദരന്മാരെന്ന് പറയണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഖീദയുടെയും സാമൂഹികമായ ബന്ധങ്ങളുടെയും കാര്യം ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആദർശ ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. നിയമത്തിൻ്റെ വർത്തമാനം പറയുമ്പോൾ കുടുംബ ബന്ധത്തെയും അള്ളാഹു പ്രാധാന്യം കൊടുക്കുന്ന കാണാം. കാരണം ഈ ഇൻഹെറിറ്റൻസ് ലോ പോലെ, അനന്തരാവകാശ നിയമങ്ങൾ പോലെ സംസാരിക്കുമ്പോൾ കുടുംബബന്ധത്തിലെ സഹോദരന്മാരെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ ആദർശ ബന്ധുവായ മറ്റൊരാളെ കുറിച്ചിട്ടല്ല. പക്ഷേ ഒരു ആശയം സംസാരിക്കുമ്പോൾ, ആദർശം സംസാരിക്കുമ്പോൾ, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും മുഅ്മിൻ എന്ന് പറയുന്ന വിഷയത്തിനാണ് അള്ളാഹു പ്രാധാന്യം കൊടുക്കുക. അള്ളാഹുവും റസൂലും വിശ്വാസികളും കിതാബും ഇത് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം ശരിയായ മുഅ്മിനാവുകയില്ല എന്ന് ഖുർആൻ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയും ഉണ്ടാക്കുന്നത് ഹിജറയുടെ ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധമാണ്. അതുകൊണ്ടാണ് ആ ഹിജറ എന്ന് പറയുന്ന ഒരു 100-100-ലധികം വരുന്ന മനുഷ്യന്മാരെ വളരെ സമാധാനത്തോടെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്, ഒരു മദീന ചാർട്ടർ, സഹീഫ മദനിയ എന്ന പേരിൽ മദീനയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഭരണഘടന. അവിടെ ഉണ്ടായിരുന്ന 7-ലധികം യഹൂദ ഗോത്രങ്ങളും ബാക്കി കുറച്ച് ക്രിസ്ത്യൻ ഗോത്രങ്ങളും മജൂസികളായ മനുഷ്യന്മാരും മുശ്രിക്കുകളായ ആൾക്കാരും അതുപോലെ തന്നെ അൻസാരി മുഹാജിറുകളെല്ലാവരെയും വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50-ലധികം ക്ലോസുകളുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പരസ്പരം സഹവർത്തിത്വം വേണം, പരസ്പരം സംഘർഷം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് എടുത്തു പറയണത്. ആ കോൺസ്റ്റിറ്റ്യൂഷനാണ് പിന്നീട് ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറിയത്. എങ്ങനെ ഒരു നാടിനെ ഭരിക്കണം എന്നതിന് ഏറ്റവും തെളിവ് ആ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് മദീനയിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ഒരു ഫ്രെയിംവർക്ക്, നിയമപരമായ ഒരു ഫ്രെയിംവർക്ക് ഇല്ല എങ്കിൽ ഇത്രയും നമ്മൾ തീരുമാനിച്ച തീരുമാനങ്ങളെല്ലാം ബാത്തിലായി പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഹിജറയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ ശേഷം എടുത്ത ആദ്യത്തെ പടവുകൾ. പിന്നെയും ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. ജലസേചനത്തിന് വേണ്ടി വഴികൾ, തോടുകൾ കെട്ടുന്നുണ്ട്, ബൗണ്ടറികൾ പണിയുന്നുണ്ട്, വൃക്ഷങ്ങൾ പണിഞ്ഞു വെക്കുന്നുണ്ട്, മദീനയിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് വന്നൊരു വരത്തൻ തങ്ങൾക്ക് നാശമുണ്ടാക്കുകയാണോ അതോ തങ്ങളെ സഹായിക്കുകയാണോ എന്ന് ആൾക്കാർ നിരീക്ഷിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയതിനു ശേഷം ഉണ്ടാക്കുന്നത് അവിടെ മുഴുവൻ വിജയങ്ങളാണ് ഉണ്ടാക്കുന്നത്. അവരെ മുഴുവൻ നന്നായി വളർത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. മദീനയെ വളർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളർത്താനുണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി പറയുന്നത് സക്കാത്ത്, ബൈത്തുൽ മാൽ സംവിധാനമാണ്. നമുക്കറിയാം ഇസ്ലാമിൽ 5 സ്തംഭങ്ങളിൽ മക്കയിൽ ഷഹാദത്ത് കലിമ മാത്രമേ ഫർളായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇസ്ലാമിൻ്റെ 4 കാര്യങ്ങളും ഫർളാവുന്നത് മദീനയിലാണ്. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എല്ലാം ഫർളാവുന്നത് മദീനയിലാണ്. സക്കാത്ത് സംവിധാനം സുരക്ഷിതമാക്കി കൊണ്ടുപോവുകയും 2-3 വർഷത്തിനിടയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതോടുകൂടി തന്നെ പിന്നെന്താ സംഭവിക്കുന്നത്? സക്കാത്ത് സംവിധാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതുവരെ സാമ്പത്തികമായി പ്രത്യേകിച്ച് അറേബ്യൻ സമൂഹത്തിൽ ഒരു ഓർഡറുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോ ഗോത്രങ്ങളും അവരുടേതായ രീതികളിൽ, പ്രത്യേകിച്ച് ഗോത്രത്തലവന്മാർ അവർക്ക് പറ്റുന്ന രീതിയിൽ താഴെയുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും സമ്പന്നരായി ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു മദീനയിലും പ്രത്യേകിച്ച് അറബ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നത് സക്കാത്ത് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിലൂടെയാണ്. കളക്റ്റീവായി ധനികരിൽ നിന്ന് വലിച്ച് പിടിച്ചു വാങ്ങണമെന്ന് ഖുദുമിൻ അംഫാലിഹിം സ്വതക്ക, ഖുർആൻ തന്നെ അതാണല്ലോ പറയുന്നത്. ധനികരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സാമ്പത്തിക വ്യവസ്ഥ. ധനികർ ഔദാര്യപൂർവ്വം കൊടുക്കുന്ന ചക്കാത്തല്ല സക്കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ധനികരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ബൈത്തുമാലിലേക്ക് വെക്കുന്ന അത് പാവങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ടി വരുന്ന സാമ്പത്തിക സംവിധാനത്തിനാണ് സക്കാത്ത് എന്ന് പറയുക. നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്ക് തോന്നാൻ പറ്റുന്നൊരു കണക്കെടുത്തുകൊണ്ട് വീതം വെക്കുന്നതിനല്ല സക്കാത്ത് എന്ന് പറയുക. അങ്ങനെ അറേബ്യൻ സമൂഹത്തിൽ ആദ്യമായി ഒരു വളരെ വ്യവസ്ഥാപിതമായ ഒരു സാമ്പത്തിക സംവിധാനം രൂപപ്പെടുന്നത് ഹിജറയുടെ ഭാഗമായിട്ടാണ്. നൂറ്റാണ്ടുകളായി പലതരത്തിൽ പീഡനം, സാമ്പത്തികമായി തന്നെ പീഡനം അനുഭവിക്കുന്ന, അടിമത്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ സക്കാത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരുപാട് എഫക്റ്റ് വേറെ നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റും, ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അധികാരികളായ ഒരു സമൂഹത്തിലേക്കുള്ളൊരു വളർച്ച, വളരെ ചുരുക്കം വന്ന മൈനോറിറ്റിയിൽ നിന്ന് ഒരുപാട് ലോകത്തേക്ക് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഹിജറ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു വളർച്ചയ്ക്ക് കാരണമാവുന്നത് ഹിജറയുടെ വിജയമാണ്. അതുപോലെ തന്നെ അടിമകളായ മനുഷ്യന്മാർ ലോകത്തെ രാജാക്കന്മാരായി മാറുന്നതും ഹിജറയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ പേടിച്ചും ഭയന്നും ഒളിഞ്ഞും പാത്തും നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്ത മനുഷ്യന്മാർ വളരെ സംഘടിതമായി നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും പള്ളികൾ പണിയുകയും സ്ഥാപനങ്ങൾ പണിയുകയും ചെയ്യുന്ന ഒരു ലോകമുണ്ടാക്കുന്നത് ഹിജറയുടെ ഭാഗമായിട്ടാണ്. ഇതൊക്കെയും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായവും തവക്കുലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ട്രാറ്റജികളും കൊണ്ട് ഉള്ളതാണ്. ഒരു വിശ്വാസിക്ക് തവക്കുലും വേണം, അതുപോലെ തന്നെ അമലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ എൻ്റെ ഒട്ടകത്തെ നീ നോക്കണമേ എന്ന്. അതിനാണ് തവക്കുലെന്ന് പറയുക. അതായത് പണിയെടുക്കാതെ പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു ആരും സഹായിക്കാൻ നിൽക്കുകയില്ല. അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് സഹായിക്കുന്ന സംഭവം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ തൗബയിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം എടുത്തു പറയുന്നത്. അള്ളാഹിനെ സഹായിക്കുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹിജറ എന്ന് പറയുന്നത് ഭയത്തിൽ നിന്ന് നിർഭയത്തിലേക്കുള്ളൊരു യാത്രയാവണം. അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തിലേക്കുള്ള യാത്രയാവണം. അതുപോലെ തന്നെ ഒരു വിശ്വാസിയായ എന്നാൽ ദീനില്ലാത്ത മനുഷ്യന്മാർ നമുക്കിടയിലുണ്ടാവും. അവർക്കും ഹിജറകൾ സാധ്യമാണ്. അതായത് ഇസ്ലാം പഠിപ്പിച്ച സദാചാര രീതികളോ ആശയങ്ങളോ ജീവിതത്തിലില്ലാതെ എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായി ഒരു സിറ്റിസനായി ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് ഒരുപാടുണ്ട്. അവരുടെ ജീവിതത്തിലും ഹിജറകൾ ഉണ്ടാവും. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഹിജറ,
ഒരു ഓർഡറില്ലാത്ത അനാർക്കിയിൽ നിന്ന് ഓർഡറുള്ള ഒരു ക്രമമുള്ള ലോകത്തിലേക്കുള്ള ഒരു ഹിജറ, കുടുംബമില്ലാത്തതിൽ നിന്ന് കുടുംബമുള്ളതിലേക്കുള്ള ഹിജറ, ചിത്രയാക്കപ്പെട്ട മുറിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് നല്ല കൂട്ടുകുടുംബമുള്ള സ്നേഹമുള്ള കുടുംബത്തിലേക്കുള്ള ഹിജറ, അങ്ങനെ അള്ളാഹ് പറഞ്ഞതിലേക്കുള്ള യാത്രയാണ് ഹിജറയായി മാറുന്നത്. അതിന് ഏറ്റവും നല്ല രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ ആ ഹിജറകളൊക്കെയും സ്പോണ്ടേനിയസായി പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളല്ല, കണ്ടറിഞ്ഞെടുത്ത തീരുമാനങ്ങളാണ്. അതുകൊണ്ടാണ് ആ സംഭവങ്ങളൊക്കെയും അതിവിജയകരമായി മാറിയത്. ഒരു വിശ്വാസി ഒരു പാളത്തിൽ നിന്ന് 2 വട്ടം പാമ്പ് കൊത്തുകയില്ല എന്ന് പറഞ്ഞത് പാഠം പഠിക്കുന്നവനാണ് വിശ്വാസി എന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഒരു കാര്യം സംഭവിച്ചു പോയാൽ ലവ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയാൻ പാടില്ല. കാരണം ആലോചിക്കുമ്പോഴേ ആദ്യമേ അങ്ങനെ ചെയ്യേണ്ടവനാണ് വിശ്വാസി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നതാണ് ഹിജറ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ സെറ്റ് ബാക്കുകൾ, പരാജയങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകുമ്പോൾ തിരിച്ചു പോകാനുള്ള പാഠങ്ങൾ കൂടി നിറച്ചു വെച്ചതാണ് ഹിജറ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്കൊരു വിജയമാവുക, വിജയത്തിനുള്ള വിമോചനത്തിനുള്ള പാഠങ്ങളായി മാറുക. ആ തരത്തിൽ ഹിജറയെ നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നല്ല മുഹാജിറുകളാവാൻ, നല്ല മുജാഹിദാവാൻ, നല്ല മുഅ്മിനാവാൻ, നല്ല മുത്തഖിയാവാൻ, നല്ല മുഹ്സിനാവാൻ, അതിനൊക്കെയും സഹായിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഈ ഹിജറയുടെ പാഠങ്ങളിലുണ്ട്. ഇതൊക്കെയും പകർത്തിയെടുക്കാൻ കഴിയുന്ന വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.